അത് വെറുമൊരു വികാരപ്രകടനമായിരുന്നുവെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് അതീവ സുരക്ഷാ വലയത്തിനുള്ളിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥയുടെ കുപ്പായമണിഞ്ഞ ആ യുവതി നിയുക്ത MP-യായ കങ്കണ റണാവത്തിന് ആഞ്ഞുകൊടുത്ത ആ ചൂടുള്ള അടി പെട്ടെന്നുള്ളൊരു വികാരപ്രകടനമല്ലെന്ന് ആർക്കും ഊഹിച്ചെടുക്കാം. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ജാതീയ വർഗീയ വംശീയ ഉന്മാദികളുടെ കരണക്കുറ്റി നോക്കിയുള്ള അടിയാണിത്. വർത്തമാന ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ വിഷവിത്തുക്കളിലൊന്നാണ് കങ്കണയെന്നു തന്നെ പറയാം. അവരൊരുക്കിയ വിഷവാക്കുകൾ അത്രയേറെയാണ്. വിണ്ടുകീറിയ കാലുകളുമായി നീതി തേടിയിറങ്ങിയ നാടിൻ്റെ അന്നദാതാക്കളായ കർഷക സമരക്കാർക്കെതിരെ സ്വന്തം നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായപ്പോൾ തെരുവിലിറങ്ങിയ ഒരു കൂട്ടം നിസ്സഹായ മനുഷ്യജന്മങ്ങൾക്കെതിരെ അങ്ങനെ വർഗീയതയും ജാതീയതയും വെറുപ്പും ഛർദ്ദിക്കാൻ കിട്ടിയ ഒരവസരങ്ങളും നഷ്ടപ്പെടുത്താത്ത മഹാനടിയാണവർ. നിരന്തരം വിഷം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധികാരത്തിൻ്റെ കരുത്തുള്ള ഒരു സ്ത്രീക്കുമേലാണ് കൗർ കൈ ഉയർത്തിയത്. വിമാനത്താവളം എന്ന അതീവ സുരക്ഷാ മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥയായ താൻ ഒരു ഹിന്ദുത്വ MP-യുടെ കരണത്തടിച്ചാൽ നേരിടേണ്ടി വരുന്ന നിയമപരവും സാമൂഹ്യവുമായ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല. അതിനുള്ള വിദ്യാഭ്യാസവും വിവരവും പ്രവൃത്തി പരിചയവും അവർക്കുണ്ട്. പിന്നെ വരും വരായികളെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യത്തോടെ കരുതിക്കൂട്ടി തന്നെ നൽകിയതാവും ആ വർഗീയവാദിയുടെ കരണക്കുറ്റി നോക്കിയുള്ള ആ അടി. കർഷക സമരത്തെ പറ്റി അധിക്ഷേപിച്ച് സംസാരിച്ചതിനാണ് താൻ നിയുക്ത ലോക്സഭാ MP കങ്കണ റണാവത്തിനെ തല്ലിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥയായ കുൽവീന്ദർ കൗർ വിശദീകരിക്കുന്നു. 100 രൂപയ്ക്ക് വേണ്ടി കർഷകർ സമരമിരിക്കുന്നുവെന്ന് കങ്കണ പറഞ്ഞതായി അവർ പറയുന്നു. ഈ 100 രൂപയ്ക്ക് കങ്കണ അവിടെ പോയിരിക്കുമോ? കുൽവീന്ദർ ചോദിക്കുന്നു. അവർ പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അവിടെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു, കുൽവീന്ദർ കൗർ പറയുന്നുണ്ട്. മണ്ഡി സീറ്റിലെ ജയത്തിന് പിന്നാലെ ഡൽഹിയിലേക്ക് പോകുന്നതിനിടെയാണ് കങ്കണയ്ക്കിട്ട് അവർ പെടച്ചത്. കർഷക കുടുംബത്തിൽ നിന്നും വരുന്നയാളാണ് കുൽവീന്ദർ കൗർ. നിലവിൽ കേസുള്ളതിനാൽ കൗർ സസ്പെൻഷനിലാണ്. അടി കിട്ടിയതിന് പിന്നാലെ പഞ്ചാബിൽ ഭീകരത വളരുകയാണെന്നായിരുന്നു കങ്കണയുടെ പ്രതികരണം. കർഷക സമരത്തിൽ സമരക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും കങ്കണ നടത്തിയിട്ടുണ്ട്. കർഷക സമരത്തിൽ പങ്കെടുക്കാൻ വന്ന് പ്രായമായ ഒരു സ്ത്രീയുടെ ചിത്രം 100 രൂപയ്ക്ക് ലഭിക്കും എന്ന ഒരു അടിക്കുറിപ്പോടെ കങ്കണ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വലിയ പ്രതിഷേധമുണ്ടായതിന് പിന്നാലെ കങ്കണ തന്നെ പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു. രാജ്യാന്തര പോപ്പ് താരം റിയാന ഇന്ത്യയിൽ നടന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയപ്പോഴും അവർ പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ആരും സംസാരിക്കാത്തത് എന്ന ചോദ്യവുമായി BJP സർക്കാരിനെ വരെ വിമർശിച്ചു. അതിന് കങ്കണയുടെ മറുപടി വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. കർഷക സമരത്തെ പറ്റി ആരും സംസാരിക്കാത്തത് അവർ കർഷകരല്ലാത്തതിനാലാണെന്നും അവർ ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളാണെന്നും അവർ പറഞ്ഞു. ഇത് ചൈനയെ ഇന്ത്യയിലേക്ക് കടന്നുകയറാൻ സഹായിക്കുമെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. അമേരിക്കയെപ്പോലെ ഇന്ത്യയിൽ ചൈനീസ് കോളനി ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നും അമേരിക്കയെപ്പോലെ തങ്ങൾ ഈ രാജ്യം വിൽക്കുന്നില്ലെന്നും കങ്കണ പോസ്റ്റിട്ടു. പിന്നീട് ഈ പോസ്റ്റും അവർ പിൻവലിച്ചു. ഇന്ത്യൻ ജനത ഹിന്ദുത്വ ഫാസിസത്തിന്റെ വിഷപ്പല്ല് തന്നെ അടിച്ചു കൊഴിച്ച തെരഞ്ഞെടുപ്പ് ഫലം വന്ന അതേ സമയത്ത് ശരിക്കും അവർ ചെയ്തത് മറ്റൊരു കരുത്തുറ്റ രാഷ്ട്രീയ പ്രത്യാക്രമണമാണ്. ഇന്ത്യൻ ജനത വർഗീയവാദികൾക്കു നൽകിയ കരുത്തുറ്റ അടിയുടെ കൃത്യമായ തുടർച്ച. ഇന്ത്യൻ വർഗീയ ഫാസിസ്റ്റ് അഹന്തയ്ക്കുമേൽ അടയാളമായി കൈപ്പത്തി പതിപ്പിക്കാൻ ധൈര്യപ്പെട്ട സഹോദരിക്ക് സല്യൂട്ട്. ഇതൊരു താക്കീതാണ്. എക്കാലവും ജനങ്ങളെ നിങ്ങൾക്കിങ്ങനെ ഭയപ്പെടുത്തി ഒതുക്കാൻ കഴിയില്ല ഫാസിസ്റ്റ് ഭീകരവാദികളെ. എല്ലാ പൂട്ടും പൊളിച്ച് നിങ്ങളുടെ വിഷപ്പല്ലുകൾ തച്ചൊഴിക്കാൻ അവരുടെ കൈ ഉയരുക തന്നെ ചെയ്യും.